2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രം ഉൾപ്പെടെ മഞ്ഞുമൽ ബോയ്സിന് 10 പുരസ്കാരങ്ങൾ. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കൊടുമൺ പോറ്റിയായും ചാത്തനായും ഭ്രമയുഗത്തിൽ നടത്തിയ പകർന്നാട്ടമാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ ഒരിക്കൽ കൂടി സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയ മികവാണ് ഷംല ഹംസയെ മികച്ച നടിയാക്കി മാറ്റിയത്. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിറ്റി ഫാത്തിമ. മഞ്ഞുമൽ ബോയ്സിലൂടെ സൗബിൻ ഷാഹിറും ഭ്രമയുഗത്തിലൂടെ സിദ്ധാർത്ഥ ഭരതനും മികച്ച സ്വഭാവ നടന്മാർക്കുള്ള പുരസ്കാരം നേടി. നടന്ന സംഭവം എന്ന ചിത്രത്തിലെ അഭിനയ മികവിലൂടെ ലിജോ മോൾ ജോസ് മികച്ച സ്വഭാവ നടിയായി. ദക്ഷിണേന്ത്യ ഏറ്റെടുത്ത മഞ്ഞുമൽ ബോയ്സ് പുരസ്കാര പ്രഖ്യാപന വേദിയിലും തിളങ്ങി. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്, സംവിധാനം ചിദംബരം. മികച്ച ചിത്രത്തിന് പുറമെ അണിയിച്ചൊരുക്കിയ ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ഇതേ ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിലൂടെ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും നേടി. ക്യാമറ ചലിപ്പിച്ച ഷൈജു ഖാലിദ് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടി. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുത്ത ഫെമിനിറ്റി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ. പാരഡൈസിലൂടെ പ്രസന്ന വിധാനകെ മികച്ച കഥാകൃത്തായി. ബോഗൻവില്ലയിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ സുശീൽ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. ARMലെ ഗാനാലാപനത്തിലൂടെ KS ഹരിശങ്കർ മികച്ച ഗായകനും അംഹ എന്ന ചിത്രത്തിലൂടെ സെബാ ടോമി മികച്ച ഗായികയായും തിരഞ്ഞെടുക്കപ്പെട്ടു. പശ്ചാത്തല സംഗീതത്തിന് ക്രിസ്റ്റോ സേവിയറും പുരസ്കാരാർഹരായി. ചിത്രങ്ങളിൽ പാരഡൈസും അഭിനയത്തിന് ടൊബിനോ, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രനും പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹരായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പ്രത്യേക പുരസ്കാരത്തിന് പായൽ കബാഡിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ജൂറി ചെയർമാൻ പ്രകാശ് രാജ്, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവരും പുരസ്കാര പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.